അപ്പോൾ ചങ്ങന്മാരെ, ഇത് ഏറുവാടിയാണ്. എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. 3 മിനിറ്റിലധികം കുറച്ചേ ഉണ്ടാവുള്ളൂ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വീഡിയോ മുഴുവൻ കാണുക. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഏത് പട്ടവും എനിക്ക് ചാർത്തി തരാം. മുജാഹിദോ ജമാഅത്തോ സുന്നത്ത് ജമാഅത്തിന് എതിരായിട്ട് എന്ത് പട്ടങ്ങളുമാണെങ്കിലും അത് നിങ്ങൾക്ക് എനിക്ക് ചാർത്തി തരാം. ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു ഒറിജിനലായിട്ടുള്ള സുന്നി വിശ്വാസിയാണ്. പക്ഷേ ഇതുപോലത്തെ മക്കാമിൽ നടക്കുന്ന കൊള്ളരുതായ്മകളും തട്ടിപ്പുകളും തുറന്നു കാട്ടൽ അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ. ഇനി കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായിട്ട് ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ സന്ദർശനം നടത്തുന്ന ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള, ഒരുപക്ഷെ അജ്മീർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ളൊരു മക്കാമായിരിക്കാം തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഏറുവാടി. നമുക്കറിയാം, കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ടൂർ പാക്കേജായിട്ട് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും മദ്രസ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് സന്ദർശനം നടത്തുന്നൊരു മക്കാം കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു സുന്നി വിശ്വാസിയാണ്. പിന്നെ മക്കബറുകളിലൊക്കെ പോയിട്ട് ആ മഹാന്മാരുടെ അവരെ മുൻനിർത്തി പടച്ചവൻ്റെ സഹായം തേടാമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് ഞാൻ. പക്ഷേ അവിടെ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പിനെതിരെ 2 വാക്ക് സംസാരിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു ഇടങ്ങാറാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഇബ്രാഹിം ബാദ്ഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിലേക്ക് കയറുമ്പോൾ അവിടെ നല്ല ക്രൗഡാണ്, നല്ല തിരക്കുണ്ടാവണം. എല്ലാ സമയത്തും തിരക്കുണ്ടാവും. അത് സീസൺ എന്നോ അൺസീസൺ എന്നൊന്നുമില്ല, നല്ല തിരക്കുണ്ടാവും. അവിടെ പച്ചയും ചുവപ്പും കളറിൽ പട്ടി പിടിച്ചിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇബ്രാഹിം ബാദ്ഷാൻ്റെ ഹാദിമീങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരാണെന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന അജ്മീറിലുണ്ട്. അതേപോലെ പൈസ കൊടുത്തിട്ട് അവർ നമ്മൾ ആ ഒരു പട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് അതിനവർ ചുറ്റിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് 50 or 100 കൊടുക്കണം. അതേപോലെ തന്നെ അവർ കൊണ്ടുപോയിട്ട് നമ്മളെ ഫാത്തിഹ ഓതിപ്പിച്ച് അവരെന്നെ ദ്വയർപ്പിക്കുന്നത് പരിപാടികളൊക്കെ ഉണ്ട്. അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഈ ഒരു മക്കാം, അല്ലെങ്കിൽ ആ മക്കാമിൽ കിടക്കുന്ന ആ ഒരു മഹാനെ വെച്ചുകൊണ്ട് അവർ വരുമാന മാർഗ്ഗം ഉണ്ടാക്കുകയാണ്. 100 കണക്കിന് അല്ലെങ്കിൽ എത്ര ഇഷ്ടം പോലെ ആളുകളാണ് ഈ ഒരു പച്ചവല്ലിയും അല്ലെങ്കിൽ ചുവപ്പ് പട്ടമൊക്കെ നിന്ന് അവിടെ നിൽക്കുന്നത്. നമ്മൾ തലമുഖന്നിട്ട് ചുറ്റുന്നു, എന്നിട്ട് അവരെ നമ്മളെ കൊണ്ടിട്ട് ഒന്ന് പ്രാർത്ഥിപ്പിക്കുന്നു. എന്തിനാണ്? നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കാര്യങ്ങൾ എന്താ അവരെ പറയാൻ നമുക്കറിയില്ലേ? ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് കാണുമ്പോഴാണ് ഇത് പ്രശ്നം. ഇതേപോലെ തൊട്ടപ്പുറത്ത് ഇബ്രാഹിം ബാദ്ഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഡോക്ടറും വക്കീലൊക്കെ ആയിരുന്ന കുറച്ച് മഹാന്മാരുടെ തൊട്ടപ്പുറത്തുണ്ട്. നിങ്ങൾക്കറിയാലോ, ഏറുവാടി കണ്ടവർക്കൊക്കെ അറിയാം. അവിടെ തട്ടിപ്പ് നടത്തുന്ന പച്ചയായ മലയാളികളാട്ടോ. മലയാളികൾ അവിടെ ആധിപത്യം സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. എന്നിട്ട് അവിടുത്തെ മരുന്നും വെള്ളം ചീരണി ഇതൊന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾ കുറ്റം പറയും. ഇതിൻ്റെ മുമ്പ് ഒരു വർഷത്തിന് മുമ്പായിട്ട് ഞങ്ങൾ പോയിരുന്നു. അന്ന് ഇതേപോലെ ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞങ്ങൾ തിരിച്ചിട്ട് പോകുന്നു. പൈസയും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. എന്നിട്ട് ആ പുള്ളി ഒരു മലയാളിയായ ഉസ്താദാണ്. ആ പുള്ളി പറഞ്ഞൊരു ഡയലോഗ് കൂടെ, ആരോടൊപ്പം ഞാൻ അതൊക്കെ പറഞ്ഞത്, മലയാളികൾ വന്ന് അങ്ങനെ തന്നെയാണ് പറയുന്നത്. പുച്ഛഭാവത്തോടു കൂടി ഞങ്ങളോട് സംസാരിച്ച് മുപ്പര്. അപ്പോൾ ഇതൊക്കെ അഥവാ നമ്മൾ അവിടെ എന്തെങ്കിലും സ്വതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പോകുന്ന ആളുടെ ഇഷ്ടമാണ്, അല്ലാതെ അവർ നിർബന്ധിച്ച് നമ്മളായിട്ട് ഇടിയിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. ആർക്ക് നമുക്ക് അങ്ങനെ ഒരു പുണ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം. അങ്ങനെ ഇടുന്നുണ്ട് പല ആളുകളും തീർച്ചയായിട്ടും, അല്ലാതൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ഈ കോപ്രായത്തരങ്ങളും പൊട്ടത്തരങ്ങളും കാണിച്ചിട്ട് അതിന് അവരുടെ കയ്യിൽ കൊടുത്ത് പൈസ കൊടുക്കണം എന്തിനാണെന്നറിയാം. അത് നമ്മൾ അവിടെ ഇടേണ്ട പൈസയാണ് അവർ വാങ്ങിയിട്ട് അവരുടെ പോക്കറ്റിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനെതിരെ ഒന്ന് പറയണമെന്ന് കുറേ കാലമായിട്ട് വിചാരിക്കും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യും കേട്ടോ.